ഇത് ബൂം സഫാർ എന്ന് പറയുന്ന ഷിപ്പാണ്. ഈ സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് യോമൽ ബഹാർ വില്ലേജിലാണ്. ഇത് യോമൽ ബഹാർ വില്ലേജിന്റെ വ്ളോഗല്ല, പകരം ഇത് യോമൽ ബഹാർ ഫെസ്റ്റിവലിന്റെ ഒരു വ്ളോഗാണ്. ഈ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഫുൾ കളർഫുൾ ആൻഡ് വൈബ്രന്റ് ലൈറ്റ്സിന്റെ ഇടയിലാണ് നിൽക്കുന്നത് ഇപ്പം. പിന്നെന്താ, ഇവിടെ കുവൈറ്റ് സയന്റിഫിക് സെന്ററും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരിവിടെ കുവൈറ്റിന്റെ മാരിടൈം ഹെറിറ്റേജ് കാണിക്കുന്ന കുറേ ബോട്ട്സും ബോട്ട് ഷിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയിരുന്നത്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ എക്സിബിഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു പ്രിയങ്ക പ്രജിത് വ്ലോഗ്സ്. വെൽക്കം ടു യോമൽ ബഹാർ ഫെസ്റ്റിവൽ. യോമൽ ബഹാർ ഒരു ഹിസ്റ്റോറിക്കൽ വില്ലേജ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്ലോഗ് ഈ വില്ലേജിനെ പറ്റിയല്ല, ഈ വില്ലേജിൽ നടന്ന ഒരു ഫെസ്റ്റിവലിനെ കുറിച്ചാണ്. യോമൽ ബഹാറിന്റെ ലൊക്കേഷൻ കുവൈറ്റിന്റെ ക്യാപിറ്റലായ കുവൈറ്റ് സിറ്റിയിലെ അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലാണ്. നമ്മളിപ്പോൾ പോകുന്നത് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലൂടെയാണ്. അങ്ങനെ നമ്മൾ യോമൽ ബഹാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തി. ക്രൗഡഡ് ആയിരുന്നതിനാൽ കാർ പാർക്ക് ചെയ്യാൻ കുറച്ചു സമയമെടുത്തു. കുവൈറ്റിന്റെ മാരിടൈം ഹെറിറ്റേജും കൾച്ചറൽ ആൻഡ് സയന്റിഫിക് റിലേറ്റഡ് ആയ എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ കാണുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കുകയാണ്. പണ്ടുള്ള ആളുകൾ ഇങ്ങനെയായിരുന്നു നെറ്റ് ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ ഒരു റിപ്രസെന്റേഷൻ ആണിത്. ഞങ്ങളുടെ കുവൈറ്റ് ടവേഴ്സ് വ്ലോഗിൽ കണ്ട അതേ ബീച്ച് തന്നെയാണ് ഈ ബീച്ച്, ദ അറേബ്യൻ ഗൾഫ് ഓർ ദ പേർഷ്യൻ ഗൾഫ്. കുവൈറ്റിൽ ഓയിൽ ഡിസ്കവറിക്ക് മുൻപ് ഇക്കോണമി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറ്റ് വാസ് മെയിൻലി ബേസ്ഡ് ഓൺ റിസോഴ്സസ് റിലേറ്റഡ് ടു ദ സീ. പേൾ ഡൈവിംഗ്, ഫിഷിംഗ്, ട്രേഡിംഗ് ഒക്കെയായിരുന്നു ഇവിടുത്തെ മെയിൻ ഇക്കോണമിക് ആക്ടിവിറ്റീസ്. യോമൽ ബഹാർ വില്ലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്ടർ ഫ്രണ്ട് എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് കടൽ കാണാൻ നല്ല രസമാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് കടലൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാം. ഇവിടുത്തെ കോസ്റ്റ് ലൈനിന്റെയും കുവൈറ്റ് സിറ്റിയുടെ സ്കൈ ലൈനിന്റെയും ഒരുമിച്ചുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. കുവൈറ്റ് ലിബറേഷൻ ടവറും ഈ യോമൽ ബഹാറിൽ നിന്ന് വിസിബിൾ ആണ്. അവിടെ ഒരാൾ ഫിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഫെസ്റ്റിവലിന്റെ പാർട്ടല്ല, അത് അവരുടെ പേഴ്സണൽ ആക്ടിവിറ്റിയാണ്. ഈ വാക്ക്വേയിൽ നിന്നാൽ കടലിന്റെ സീനിക് പിക്ചേഴ്സും എടുക്കാം. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ഫോട്ടോഗ്രാഫി. ഒക്കെ തൊട്ടേ കുവൈറ്റിൽ പേൾ ഡൈവിംഗ് ഉണ്ടായിരുന്നു. കുവൈറ്റെ പേൾസ് പണ്ട് കാലത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. പേൾ ട്രേഡേഴ്സിന്റെ കൂടെയുള്ള ഡൈവേഴ്സ് ആണ് ഡൈവ് ചെയ്ത് പേൾ കണ്ടെത്തുന്നത്. അങ്ങനെ ഡൈവ് ചെയ്ത് കണ്ടെത്തുന്ന പേൾസ് അവർ ബഹ്റിനിലെയും ഇന്ത്യയിലും ഒക്കെ മാർക്കറ്റ്സിൽ വിൽക്കുകയായിരുന്നു പതിവ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബോട്ട്സിനും ഷിപ്സിനും ഒക്കെ കുവൈറ്റിന്റെ ഹിസ്റ്ററിയിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. രാത്രിയായി തുടങ്ങി. ലൈറ്റ്സ് ഒക്കെ വന്ന് ഫെസ്റ്റിവൽ ഇപ്പോൾ ഒന്നും കൂടി വൈബ്രന്റ് ആയി. ഇതാണ് ഈ വില്ലേജിന്റെ മെയിൻ എൻട്രൻസ്.
കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കുറേ പഴയ ഇൻസ്ട്രുമെന്റ്സും ബോട്ട്സും ഒക്കെയാണ്. മിഡ് 17th സെഞ്ചുറി ഒക്കെ തൊട്ടേ കുവൈറ്റിൽ പല ടൈപ്സിലുള്ള ഷിപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫേമസ് ആയ ഒരു ടൈപ്പ് ഓഫ് ഷിപ്പ് ആയിരുന്നു അൽ ബൂം. ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടിയായിരുന്നു ഈ ടൈപ്പ് യൂസ് ചെയ്തിരുന്നത്. 1765 കുവൈറ്റിൽ 800 ഷിപ്സിന് മുകളിലുണ്ടായിരുന്നു. ബാഗ്ല ബൂം, സാൻഡ് ബൂം, ഷോയിസ്, ജൽബൂത്ത്, ബത്തീൽ എന്നിവയൊക്കെ ഓരോ ടൈപ്സിലുള്ള ഷിപ്സ് ആയിരുന്നു. ഹണ്ടിങ്, ഫിഷിംഗ്, പേൾ ഡൈവിംഗ്, സെയിലിംഗ്, ഡെലിവറി സ്വീറ്റ് വാട്ടർ എന്നിവയൊക്കെയായിരുന്നു ഇതിന്റെ പർപ്പസ്. ഇത് ബൂം സഫാർ എന്ന് പറയുന്ന ഷിപ്പാണ്. ഇത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ഇന്ത്യ ആഫ്രിക്കയിലോട്ടൊക്കെ അന്ന് അവർ ട്രാവൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഒരു കഥ ചൊല്ലട്ടുമാ. 1937 2 മെർച്ചന്റ്സ് ഒരു ബൂം ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ഒരു പ്രോമിനന്റ് ഷിപ്പ് ബിൽഡറിനെ ഹയർ ചെയ്തു. Their idea was to enhance their trade between India and Kuwait. അന്നവർ നമ്മുടെ സ്വന്തം മലബാർ കോസ്റ്റിൽ നിന്നും ഫൈനസ്റ്റ് കൈൻഡ് ഓഫ് ടീക്ക് വുഡ് ഇവിടെ കുവൈറ്റിൽ കൊണ്ടുവന്നു. 14 ഷിപ്പ് ബിൽഡേഴ്സ് 70 ഡേയ്സ് കൊണ്ട് അൽ മുഹല്ലബ് എന്ന് പറയുന്ന ആ ഷിപ്പ് ഉണ്ടാക്കി. 225 ടൺസ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു അതിന്. 1971 ഈ ഷിപ്പിനെ റിട്ടയർ ചെയ്തു. കുവൈറ്റ് നാഷണൽ മ്യൂസിയത്തിൽ വെച്ചു ആസ് എ ലാൻഡ്മാർക്ക് റിപ്രസെന്റിംഗ് എ പ്രോസ്പെറസ് ഇറ ഇൻ ദി ഹിസ്റ്ററി ഓഫ് കുവൈറ്റ്. 91 ഇറാഖി ഫോഴ്സസ് ഇൻവേഡ് ചെയ്തപ്പോൾ അവർ ആ ഷിപ്പ് കത്തിച്ചു. ആൻഡ് ഇൻ 1995 by the order of the late His Highness Sheikh Jaber Al Ahmed Al Jaber Al Sabah, the ship was rebuilt. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഏരിയ. കൂടുതലും സ്നാക്ക് ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ കഫേ കണ്ടപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ ആംബിയൻസ്. ഒരു കുട്ടി കഫേ where every corner tells a story. ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് മോക്കയാണ്. സോ മോക്കയൊക്കെ മേടിച്ച് ഞങ്ങൾ ഈ വില്ലേജ് ഒക്കെ മൊത്തം കറങ്ങി നടന്നു. ഈ ഫെസ്റ്റിവലിന്റെ സ്റ്റാൾസ് ആണ് ഈ കാണുന്നത്. ആൻഡ് ഓൾ ദ സ്റ്റാൾസ് were related to sea. ആങ്കർ തൊട്ട് ഷിപ്പ് ബിൽഡിങ്ങിന്റെ എല്ലാ കോമ്പണൻസും അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്നു. കൂടാതെ കുവൈറ്റി ഹെറിറ്റേജ് കാണിക്കാൻ വേണ്ടി കുവൈറ്റി ട്രഡീഷണൽ ഡ്രസ്സസ്, ഹിസ്റ്റോറിക്കൽ ബുക്സ്, പേൾസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. في عندي مكان اذا يعني ورا في مكان تعال عطنا كير. ഓയിലിന്റെ ഡിസ്കവറിയോട് കൂടി കുവൈറ്റിൽ പേൾ ഡൈവിംഗ് എക്സ്റ്റെൻഡ് ആയി എന്ന് തന്നെ പറയാം. എന്നാൽ ഇവിടെ ഇപ്പോഴും കുവൈറ്റ് മെറൈൻ സ്പോർട്സ് ക്ലബ് ഓർഗനൈസ് ചെയ്യുന്ന ആനുവൽ പേൾസ് ഡൈവിംഗ് ഫെസ്റ്റിവൽ നടത്താറുണ്ട്. And this is conducted exclusively for Kuwaiti youth aged between 15 and 19. അവരുടെ ആൻസിസ്റ്റേഴ്സ് എന്തൊക്കെ ഹാർഡ്ഷിപ്സിലൂടെയാണ് പണ്ട് കടന്നു പോയതെന്ന് അവരെ മനസ്സിലാക്കാനും കൂടിയാണ് ഈ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നത്. അറൌണ്ട് ഓഗസ്റ്റ് മന്തിലൊക്കെയാണ് ഈ ഫെസ്റ്റിവൽ നടക്കാറുള്ളത്. 2024 33rd ആനുവൽ പേൾ ഡൈവിംഗ് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്തിരുന്നു, ഫീച്ചറിംഗ് 150 യങ് ഡൈവേഴ്സ് embarking on a multi-day journey. And this festival is also one of Kuwait's most cherished traditions, honoring the skills of its ancestors and providing a connection to the country's maritime past. ഇത്
പഴയ കുവൈറ്റി കറൻസി എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയാണ് ഈ സ്റ്റാളിൽ ഡിസ്പ്ലേ ചെയ്തിരുന്നത്. ഇത് കുവൈറ്റ് നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റർ എന്ന ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ സ്റ്റാളാണ്. സോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ഒരു അറബിക് സ്വീറ്റും പിന്നെ കാവയും കിട്ടി. ഈ അറബിക് സ്വീറ്റിന്റെ പേര് അസീദ എന്നാണ്. അപ്പൊ ഈ സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ടേക്ക് എ സ്മോൾ സ്പൂൺ. ഒരു നമ്മുടെ നാട്ടിലെ ഒരു ചക്കയുടെ ഒക്കെ സ്വീറ്റ് ഡിഷ് ഉണ്ടാവില്ലേ, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. എക്സാക്ട് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നമ്മൾ ഗൂഗിൾ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. സംഭവം ചക്കയല്ല കേട്ടോ, ഡേറ്റ്സ് ബേസ്ഡ് ഒരു ട്രഡീഷണൽ കുവൈറ്റി ഡെലിക്കസി ആണിത്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് പേൾ ഡെക്കറേഷൻ ആണ്. 5 KD ആയിരുന്നു പ്രൈസ്. അടുത്തത് ഒരു ട്രഡീഷണൽ കുവൈറ്റി മ്യൂസിക്കൽ പെർഫോമൻസ് ആണ്, where people gather in a group to sing in a harmonious and rhythmic style. ഷിപ്സും ബോട്ട്സും ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരുന്ന ടൂൾസ് ആണ് ഇതൊക്കെ. ഫിഷിനെ പൊങ്ങിക്കിടക്കാനുള്ള ഫ്ലോട്ട്സ്, ഷിപ്പിൽ യൂസ് ചെയ്തിരുന്ന റോപ്സ്, ആങ്കർ ഒക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പണ്ട് പേൾസ് കളക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരുന്നത്. ഇതിൽ നിന്നാണ് പേൾസ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഷിപ്പ് ബിൽഡിങ്ങിന്റെ പല സ്റ്റേജസ് ആണ് ഈ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ. ക്ലേ പോട്ട്സിന്റെ ഒരു ഡിസ്പ്ലേ ആണിത്. കിഡ്സിന് സെപ്പറേറ്റ് ആയി ഒരു വലിയ പ്ലേ ഏരിയ അവിടെ ഉണ്ടായിരുന്നു. ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്ത സ്ഥലത്ത് സ്നാക്ക് ഐറ്റംസ് മാത്രമാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ നേരെ അഞ്ചപ്പാർ റെസ്റ്റോറന്റിൽ പോയി. വിന്റർ ആയതുകൊണ്ട് നല്ലൊരു നാടൻ കോഴി രസം കുടിക്കാനാണ് തോന്നിയത്. കൂടെ പ്രോൺസ് കൂത്തു പൊറോട്ടയും കഴിച്ചു. ഈ അഞ്ചപ്പാർ റെസ്റ്റോറന്റ് ലൊക്കേഷൻ അൽ സലാം മോൾ സാൽമിയയിലാണ്. ഈ ഓം ബഹാർ സെലിബ്രേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. യെസ്,
യോം ബഹാർ വില്ലേജിൻ്റെ വ്ളോഗ് ഞങ്ങൾ അടുത്ത് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഈ ഫെസ്റ്റിവൽ മാത്രമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി വൈബ്രൻറ്റ്, ഭയങ്കര പാട്ടും ബഹളവും ഒക്കെയാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ക്വൈറ്റ് നോയ്സി അറൗണ്ട്, പക്ഷേ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് സച്ച് ഗുഡ് വൈബ്സ് അറൗണ്ട്. നമ്മളും ഒരു ഫെസ്റ്റീവ് സ്പിരിറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് ഇവരുടെ കൾച്ചറൽ അറബിക് കൾച്ചറൽ ഹെറിറ്റേജിനെ പറ്റിയിട്ടും ഈ ഷിപ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സയൻസ് മ്യൂസിയം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്ളോഗ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പം ആ ഒരു ഫെസ്റ്റീവ് മൂഡല്ല, അതിൽ കൂടുതലായിട്ട് ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. Stay tuned for more updates in Kuwait. This is Priyanka Prajeet Vlogs signing off. Bye.